വാങ്ങിപ്പിന് ശേഷം വരുന്ന മൂന്നാം ഞായറാഴ്ച പരിശുദ്ധ എവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളാണ്. കവർന്നഭൂമിയിലെത്തിയപ്പോൾ ശീമോനോട് ദ്രഹ്മപ്പണം വാങ്ങുന്നവർ ചോദിച്ചു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന്. ശീമോൻ പറഞ്ഞു, ഉവ്വ. വീട്ടിൽ വന്നപ്പോൾ കർത്താവ് ശീമോനോട് ചോദിച്ചു, ഭൂമിയിലെ രാജാക്കന്മാര് ചുങ്കമോ കരമോ മേടിക്കുന്നത് ആരോടാണ്? അന്യന്മാരോടാണോ പുത്രന്മാരോടാണോ? ശീമോൻ പറഞ്ഞു, അന്യന്മാരോടാണെന്ന്. അപ്പോൾ യേശു പറഞ്ഞു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ, അവര് കൊടുക്കേണ്ടതില്ലയോ എന്ന്. അപ്പോൾ കർത്താവ് ചേർത്ത് വെക്കുന്ന 1-2 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആധാരമാക്കുന്നത്. കർത്താവ് ശീമോനോട് പറയുകയാണ്, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് മത്സ്യത്തിന്റെ വായിൽ നിന്ന് കിട്ടുന്ന ആ നാണയമെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ചുങ്കം കൊടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ അത് പുത്രനായ ദൈവപുത്രനായ ഈ ക്രിസ്തു, അവൻ ഒരുപക്ഷെ ഈ ലോകത്തിന്റെ മഹാരാജാവായിരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ക്രിസ്തു പറയുകയാണ്, ഏതൊക്കെ സ്ഥാനത്തായാലും മാനത്തായാലും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കാൻ നാം കൊടുക്കേണ്ടത് കൊടുക്കണമെന്ന്. വീണ്ടും അതിന്റെ ആഴമായ ഒരു അർത്ഥം പറയുകയാണ്, അത് എനിക്ക് വേണ്ടി മാത്രമല്ല കൊടുക്കേണ്ടത്, നിനക്ക് വേണ്ടിയും കൂടെ കൊടുക്കണമെന്നുള്ളത്. 2 ചിന്തകൾ ഇതിനകത്തുണ്ട്. മനോഭാവങ്ങളിലെ വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. 2 ആറ്റിറ്റ്യൂഡ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, വിധേയത്വത്തിന്റെ ഒരു മനോഭാവം. രാജാവായാലും മന്ത്രിയായാലും എല്ലാവരും മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ചില വിട്ടുവീഴ്ചകളും ചില വിധേയത്വങ്ങളും നാം കാണിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മര്യാദയുടെയും മാന്യതയുടെയും ഭാഗമാണ്. നാം ഒരു സമൂഹ ജീവിതത്തിലായിരിക്കുമ്പോൾ എല്ലാവരും അവരവരുടേതായ സ്ഥാനങ്ങളും അവരവരുടേതായ മാനങ്ങളും ഭംഗിയായിട്ട് പോകുമ്പോഴും പലരോടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മുടെ വിധേയത്വങ്ങൾ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ എല്ലായിടത്തും കൊടുത്തുപോയാൽ അവിടെ ഇടർച്ചകൾ ഒഴിവാകും എന്നുള്ള ഒരു വലിയ ആഴമായ ചിന്ത ക്രിസ്തു തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കാൻ എന്നെ കൊണ്ടാവുന്നത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ അത് കണ്ടെത്തി കൃത്യമായിട്ട് ചെയ്യുക. ഒന്നിൽ നിന്നും ആരും ഒഴിഞ്ഞിരിക്കാനല്ല, എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് അവിടെ എല്ലാവരോടുമുള്ള ഒരു വിധേയത്വത്തിന്റെ ഒരു വലിയൊരു ഭാവം അത് നമ്മൾ തമ്മിലുണ്ട് എന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്, അത് കൊടുക്കണം, എനിക്ക് വേണ്ടി കൊടുക്കണമെന്നോ നിനക്ക് വേണ്ടി കൊടുക്കണമെന്നോ അല്ല, എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. അപ്പോൾ ഇടർച്ചകൾ എവിടെയാണ് അവസാനിക്കുന്നത്? എന്റെ കാര്യം ചെയ്യുമ്പോൾ അല്ല അവിടെ ഇടർച്ച അവസാനിക്കുന്നത്. നിനക്ക് വേണ്ടി കൂടെ ചെയ്യുമ്പോൾ മാത്രമേ പരസ്പരമുള്ള ഇടർച്ചകൾ അകൽച്ചകൾ അത് മാറി അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കണം. നിനക്കൊരു ഇടർച്ച വരുന്നു എന്ന് ഞാൻ കണ്ടാൽ ആ ഇടർച്ചകൾ ഒഴിവാക്കാനും കൂടിയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കരുതുന്ന ഒരു മനോഭാവം കൂടെ നമുക്ക് വേണം. മാവേലി മന്നൻ നാടുവാണ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നുവെന്ന് നാം വീണ്ടും പാടി അതിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം നമ്മുടെ നാട് ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതിയിരുന്ന ആ വലിയ സന്തോഷത്തിന്റെ അനുഭവം, കരുതലിന്റെ അനുഭവം എല്ലാവർക്കും ഇലയിട്ട് ചോറ് വിളമ്പി എല്ലാവരെയും ഭക്ഷിച്ച് തൃപ്തിയാക്കി സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടായിരുന്ന ഒരു ഓണക്കാലം പോലെ നമ്മുടെ ജീവിതകാലം മുഴുവനും അങ്ങനെ ഒരു കരുതലിന്റെയും വിധേയത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു മനോഭാവം പേറി നമ്മുടെ മലയാളികൾ മാറിയാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഇക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്ന, പറയാതെ പറയുന്ന ചില അർത്ഥതലങ്ങളാണ്. അനാഥ മന്ദിരത്തിൽ ഒരു കുഞ്ഞ്, അനാഥ മന്ദിരത്തിലെ എല്ലാവരും ഒന്നിച്ച് വരികയാണ്. അനാഥ മന്ദിരത്തിൽ ഒരാൾ കുറെ ഓറഞ്ചുമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് വന്നു. കുട്ടികളോടെല്ലാം ക്യൂ നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും നിന്ന് എല്ലാവർക്കും കിട്ടി. പക്ഷെ അവസാനം നിന്ന ഒരാൾക്ക് കിട്ടിയില്ല. ആ കിട്ടാത്ത ആൾക്ക് കൊടുക്കുവാൻ വേണ്ടി കൊടുത്തയാൾ അന്വേഷിച്ചു എങ്കിലും എല്ലാവരും കിട്ടിയ ഉടനെ എല്ലാവരും കഴിച്ചു. അപ്പോൾ അവസാനം നിന്നയാള് കരഞ്ഞുകൊണ്ട്
കട്ടിലിൽ പോയി കിടക്കുകയാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ അവന്റെ അടുത്ത് വന്നു. അവന്റെ കയ്യിലോട്ട് ഒരു തൂവാല കയ്യിൽ കൊടുത്തു. തൂവാല തുറന്നു നോക്കിയപ്പോൾ ഒരു ഓറഞ്ച് ഇരിക്കുകയാണ്. അവൻ എടുത്ത് പിന്നെയും നോക്കിയപ്പോൾ ആ ഓറഞ്ച് മുഴുവൻ തൊലിയാണ്. ആ തൊലിക്കകത്ത് 2-3 അല്ലി ഓറഞ്ച്. ഇതാണ് സ്വന്തം വയറ് നിറഞ്ഞിരിക്കുമ്പോഴും മറ്റുള്ളവന്റെ വിശപ്പറിയുന്നവനാണ് ഈ ലോകത്തിലെ വിശുദ്ധൻ. അങ്ങനെ വിശുദ്ധരായിരിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.